ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റേസിൽ ഗേസ് ഒരു ഡിഫൻഡർ ഗേസ് RC ഡിഫൻഡറിൻ്റെ റേസാണ് ഗേസ്. ഇത് ആ കാർ വെച്ചിട്ടാണ് നമ്മൾ റേസ് ചെയ്യേണ്ടത്. അത് ഓഫ് റോഡാണ് ഗേസ്. അപ്പോൾ ഇവിടെയാണ് ഗേസ് ആ റേസ് നടക്കുന്നത്. ഇതാ ഈ ചേട്ടനാണ് ഗേസ് ഇത് നടത്തുന്നത്. നമുക്കെന്തായാലും ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. അതെ ചേട്ടാ, ഈ റേസിൽ എന്നെ കൂടെ ഒന്ന് ചേർക്കോ ചേട്ടാ? എനിക്ക് ഈ റേസിൽ പങ്കെടുക്കണമായിരുന്നു. ആടാ, നിന്നെ ഞാൻ ചേർക്കാം. പക്ഷേ നീ ഉണ്ടല്ലോ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ RC ഡിഫൻഡർ വേണം. നീ ആദ്യം അത് കൊണ്ടുപോവാ. ആ ചേട്ടാ, ഞാനെന്തായാലും RC ഡിഫൻഡർ കൊണ്ടുവരാം. എന്നിട്ട് എനിക്ക് ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ? പിന്നെന്താ, നിനക്ക് അന്നേരം തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നീ ആദ്യം ചെന്ന് നീ പെട്ടെന്ന് ഡിഫൻഡർ കൊണ്ടുപോവാ. എന്തായാലും 15 മിനിറ്റിനുള്ളിൽ റേസ് സ്റ്റാർട്ട് ചെയ്യും. നീ അതുകൊണ്ട് പെട്ടെന്ന് വേഗം വാ. എന്തായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗീസ് നമുക്കെന്തായാലും ഒരു RC ഡിഫൻഡർ കൊണ്ടുവരണം ഗീസ്. അപ്പോൾ നമുക്കെന്തായാലും വേഗം നമ്മുടെ കാർ ഷോറൂമിലേക്ക് പോകാം ഗീസ്. എന്നിട്ടാണെങ്കിൽ നമുക്ക് നേരെ ചെന്നിട്ടൊരു RC ഡിഫൻഡർ മേടിക്കാം ഗീസ്. അവിടെ പിന്നെ ഷോറൂമിൻ്റെ മാനേജറുണ്ട്. നമുക്കെന്തായാലും അവിടെ ആ RC ഡിഫൻഡർ ഉണ്ടോ എന്ന് ചോദിക്കാം ഗീസ്. അപ്പോൾ ഗീസ് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കൊന്നും ആരും തരാറില്ല ഗീസ്. പിന്നെ സബ്സ്ക്രൈബ് ഇപ്പോഴാണെങ്കിൽ അനങ്ങുന്ന പോലും ഇല്ല ഗീസ്, അതേപടി നിൽക്കുകയാണ്. അപ്പോൾ ഗീസ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഗീസ്, എന്നാലും കുറച്ച് പേരെ കാണുന്നുള്ളൂ. അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗീസ്. പിന്നെ പരമാവധി സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ നോക്കുക ഗീസ്. അപ്പോൾ നമുക്കെന്തായാലും വേഗം കാർ ഷോപ്പിലേക്ക് പോവാം ഗീസ്. പിന്നെ ഈ റേസ് നടക്കുന്ന സ്ഥലത്താണെങ്കിൽ ഗീസ് ഇവിടെ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട് ഗീസ്. നമ്മൾ അവിടെ കൂടിയാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇതൊരു ഓഫ് റോഡ് സ്ഥലമാണ് ഗീസ്. ഈ സ്ഥലം പിന്നെ ഗീസ് വില്ലേജാണ് ഗീസ്. ഇതാ ഗീസ് നമ്മുടെ മെയിൻ റോഡ് എത്തിയ. അയ്യോ, വന്നപ്പോൾ തന്നെ ഇടിച്ച്. ഇതെന്ത് ചെയ്യാനാണ്? പിന്നെ ഗീസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷിൻചാനില്ല, പിഞ്ചാനില്ല ഗേസ്. അത് നമ്മുടെ റേസിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പം നമുക്കെന്തായാലും വേഗം പോവാം ഗേസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതേ നമ്മുടെ കാർ ഷോറൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ പാർക്ക് ചെയ്യാം ഗേസ് വണ്ടി. അപ്പോൾ നമുക്കെന്തായാലും നേരെ ഇങ്ങോട്ടേക്ക് വണ്ടി പാർക്ക് ചെയ്യാം ഗേസ്. നമ്മളിപ്പോൾ ഒരു RC ഡിഫൻഡറാണ് ഗീസ് മേടിക്കാൻ പോകുന്നത്. നമ്മളെന്തായാലും ഷോറൂം എത്തിയിട്ടുണ്ട് ഗീസ്. നമുക്കെന്തായാലും വേഗം ഷോറൂമിൻ്റെ അകത്തേക്ക് പോവാം. ആ മാനേജർ അകത്തുണ്ടോ? അവിടെ ഉണ്ട് ഗീസ് നമ്മുടെ മാനേജർ. നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് വേഗം ചെല്ലാം. അതെ ചേട്ടാ, ഇവിടെ RC ഡിഫൻഡർ ഉണ്ടാകുമോ? അതെ, എനിക്ക് ഒരു റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിരുന്നു. പിന്നെന്താ, RC ഡിഫൻഡർ അല്ലേ? അതിവിടെ ഉണ്ട്. അത് ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പീസേ ഉള്ളൂ. നിനക്ക് വേണോ? ചേട്ടാ, എനിക്ക് വേണമായിരുന്നു. എത്ര രൂപ ചേട്ടാ അതിന്? അതിനാണെങ്കിൽ ഒരു 5000 രൂപയാ. ചേട്ടാ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ വേഗം പൈസ ഗൂഗിൾ പേ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളിത് നമ്മുടെ പൈസയൊക്കെ കൂടെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ല ചേട്ടാ, ഈ കാർ എവിടെയാണ് കിടക്കുന്നത്? അതാ കാർ ഷോറൂമിൻ്റെ പുറകിലുണ്ട്. ഈ ഷോറൂമിൻ്റെ പുറകിൽ. ചേട്ടാ, ഞാൻ ചെന്ന് എടുത്തോളാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും വേഗം വണ്ടി എടുക്കാം ഗൈസ്. ഇതാണ് ഗൈസ് വണ്ടി. എൻ്റെ മോനെ ഗൈസ്, ഒരു RC ഡിഫൻഡറാണ് ഗൈസ് ഇത്. നമുക്കെന്തായാലും ഈ വണ്ടി വേഗം എടുക്കാം. എൻ്റെ മോനെ ഗൈസ് വിഷയമായിട്ടുണ്ട്. ഇത്രയും ചെറുതോ? ഇതിനിപ്പോൾ റേസ് കഴിയുമ്പോൾ നമുക്ക് ഷിൻചാനും കൊടുക്കാം ഗൈസ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഈ വണ്ടി നൈസായിട്ടുണ്ട് ഗൈസ്. ഓടിക്കാൻ സുഖമാണെന്നാണ് തോന്നുന്നത്. നല്ല രസമുണ്ട്. ഭയങ്കരമായിട്ട് കിടന്ന് ചാടുന്നുണ്ട്. ഇത് ഓഫ് റോഡല്ലേ ഗൈസ്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും വേഗം ആ റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഞാനെന്തായാലും വേഗം അങ്ങോട്ടേക്ക് പോട്ടെ ഗൈസ്. നമുക്കെന്തായാലും പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ഈ റേസൊക്കെ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്ല ഗൈസ്, അവിടെ നിന്ന ചേട്ടനെന്തേ? അയ്യോ, ഇയാളെവിടെ പോയി? റേസൊക്കെ തുടങ്ങി അയാൾ പോയാ? പണിയായല്ലോ. ഇല്ല ഗീസ്, ദേ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിൽ നിൽപ്പുണ്ട് ഗീസ്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. നമുക്കെന്തായാലും വേഗം ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഗീസ് നമ്മളെന്തായാലും പോവാണ്. ചേട്ടാ, ഞാൻ ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഡിഫൻഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു RC ഡിഫൻഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്നെ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ? പിന്നെന്താ, തീർച്ചയായിട്ടും ചെയ്യാം. അടുത്ത 5 മിനിറ്റിനുള്ളിൽ റേസ് സ്റ്റാർട്ട് ചെയ്യും. നീ എന്തായാലും വെയിറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ 3 പേരാണ് ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 3, 2, 1 ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മുടെ റേസ് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഇതിലെ കൂടി ഓടിക്കാൻ പാടുള്ള വണ്ടി. അയ്യോ, ഞാൻ ഇടിച്ച് ഗൈസ്. അവന്മാർ നിർത്തിയോ? ഇപ്പം അവന്മാരിടിച്ച്. നല്ല കാര്യം. നമുക്കെന്തായാലും പടച്ചുവിടാം. അയ്യോ, എന്താണ് ഗൈസ്, ഞാനിപ്പോൾ ചെന്ന് ഇവിടെ ഇടിച്ചല്ല. വേഗം വിട്ടേക്കാം ഗൈസ്. എന്താണെന്നറിയില്ല, അവന്മാരവിടെ ഇപ്പോഴും ഇടിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. എൻ്റെ പുറകിലുണ്ടോ ഇനിയിപ്പോൾ?
ഉണ്ടായിരിക്കും ഗീസ്. ഞാനെന്തായാലും തിരിഞ്ഞൊന്നും നോക്കുന്നില്ല. നമുക്ക് പടച്ചു വിടാം ഗീസ്. ഞാൻ ഫുള്ള് സ്പീഡിലാണ് ഗീസ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. ഈ റേസിൽ ഞാൻ തന്നെ ജയിച്ചാൽ മതിയായിരുന്നു ഗീസ്. നമ്മളെന്തായാലും പിടച്ചു വിടുന്നുണ്ട്. ഓഫ് റോഡല്ലേ ഗീസ്, നമ്മുടെ വണ്ടിയൊക്കെ കുലുങ്ങിയാണ് ഗീസ് പോകുന്നത്. ഒരിടത്തും ചെന്ന് ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു. നമ്മളെന്താ മെയിൻ റോഡൊക്കെ എത്തി ഗീസ്. ഇനി എന്തായാലും കുറച്ചേ ഉള്ളൂ. ഇതൊരു ചെറിയ റേസാണ് ഗീസ്. ആകെ 3 പേരാണ് ഇതിൽ മത്സരിക്കുന്നത്. എന്തായാലും നമ്മൾ പിടച്ചുവിടാൻ എൻ്റെ പുറകിലന്മാരുണ്ടോയെന്ന് എനിക്കറിയില്ല ഗീസ്. നമ്മൾക്ക് എന്തായാലും വേഗം പോവാം. അപ്പോൾ ഗീസ്, ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കെന്തായാലും വേഗം പിടച്ചുവിടാം. അയ്യോ വണ്ടി വരുന്നേ, മാറ്റിക്കോ. അയ്യോ അടുത്ത ഗീസ് ലോറി. എൻ്റെ അമ്മച്ചി ഇടിക്കാണ്ട് പോയാൽ മതിയായിരുന്നു. അയ്യോ നമ്മളിത് റേസ് തീരാറായിട്ടുണ്ട് ഗീസ്. നമ്മളിത് അതേ പൊസിഷനിൽ തന്നെ വീണ്ടും എത്തുമ്പോഴാണ് ഗീസ് റേസ് തീരുന്നത്. ഫൈനലി നമ്മളിത് കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. എൻ്റെ പുറകിലുണ്ടോ മാര് അറിഞ്ഞൂടെ. ഞാനെന്തായാലും തിരിക്കാനൊന്നും പോകുന്നില്ല ഗീസ്. നമ്മൾ സ്ലോ ഒന്നും ചെയ്യത്തില്ല, നല്ല സ്പീഡിലാണ് പിടച്ച് വിടുകയാണ് നമ്മൾ. എന്തായാലും നമുക്ക് വേഗം എന്തായാലും പോവാം ഗൈസ്. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടല്ലോ ഗൈസ്. നമ്മുടെ ഇടിവെട്ടൊക്കെ വെട്ടുന്നുണ്ട് മാനത്ത്. ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ തേഞ്ഞു പോകും ഗൈസ്. നമ്മൾ എന്തായാലും മഴ വന്നിട്ട് നമ്മുടെ വണ്ടിയൊക്കെ നനയും. മഴയൊന്നും വന്നില്ല ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഓടെ ഇടിവെട്ടുണ്ടോ ഇപ്പോഴും? ഇത് മിക്കവാറും മഴ പെയ്യുന്ന തോന്നുന്നത്. അതേ നമ്മൾ എത്താറായി ഗീസ്. നമ്മൾ വീണ്ടും അതേ വഴിയിലോട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ എത്തും ഗീസ്. ഒരു മിനിറ്റത്തെ കാര്യം, അത്രയും പോലും വേണ്ട ഗീസ്. നമ്മളിപ്പോൾ എത്തും. നമുക്കെന്തായാലും പിടച്ചു വിടാം. ബിൽഡിംഗ് ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ വഴി മാറിപ്പോയോ? ഇല്ലല്ലോ ഗീസ്, ഇത് തന്നെ കറക്റ്റ് വഴിയാണ്. കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും പിടച്ചിടാം ഗൈസ്. ഞാൻ എത്തി. അവിടെ ഒരു വെയർ ഹൗസ് കാണാം. എന്തായാലും നമ്മൾ എത്താറായിട്ടുണ്ട്. എത്തി. ഞാൻ ഫിനിഷ് ചെയ്തു. നമ്മൾ ഈ റേസ് ഫിനിഷ് ചെയ്തു ഗൈസ്. നമുക്ക് വണ്ടി എന്തായാലും ഇറങ്ങി ഗീസ്. നമ്മളാണ് ഫസ്റ്റ് അടിച്ച ഗീസ്. അവന്മാരൊക്കെ ഇപ്പോഴും പുറകെ വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും വേഗം ഇയാളുടെ അടുത്തേക്ക് പോവാം. അതെ ചേട്ടാ, എൻ്റെ പൈസ തരുന്നില്ലേ? ഞാനാണ് ഈ റേസിൽ ഫസ്റ്റ് അടിച്ചത്. എൻ്റെ 1,00,000 രൂപ. ഞാൻ ജിപേ ചെയ്യാം, നീ എന്തായാലും നോക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ചേട്ടൻ നമുക്ക് ജിപേ ചെയ്ത് തന്നിട്ടുണ്ട് ഗീസ് പൈസ. അപ്പം നമുക്കെന്തായാലും വേഗം തിരിച്ച് പോവാം ഗീസ്. അപ്പോൾ നമ്മുടെ വണ്ടി നൈസായിരുന്നു ഗീസ്. ഈ വണ്ടി അടിപൊളിയായിരുന്നു. നമ്മൾ പിന്നെ ബൂസ്റ്റർ പോലും വെക്കാണ്ടാണ് ഗീസ് ഈ റേസിൽ ജയിച്ചത്. ആ 2 കണ്ടസ്റ്റൻറ്റിനും പിന്നെ നല്ലോണം വണ്ടി ഓടിക്കാൻ അറിയാൻ മേലായിരുന്നെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. ഓഫ് റോഡ് ഓടിക്കാൻ അറിയാൻ മേലായിരുന്നു കാണും. അതെന്തെങ്കിലും ആട്ടെ ഗീസ്. അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ കുട്ടു ബ്രോ ഇനിയും കുറേ പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതുവരേക്കും കുട്ടു ബ്രോ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.